ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കുറച്ച് പഴയ കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിനകത്ത് കുറച്ച് വ്യക്തികളെയും കൂടെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങള് എന്റെ വിഷയമാണ്. ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ, അതായത് എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് മറ്റു പലർക്കും ഇഷ്ടപ്പെടാഴികയുണ്ട്. പലരും അഭിപ്രായം പറഞ്ഞേക്കുന്നത് ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എനിക്കൊരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാനത് എന്റെ ഫേസ്ബുക്കിലെ എന്റെ സുഹൃത്തുക്കളെയാണ് അറിയിക്കുന്നത്. എനിക്ക് ഒരാളോട് സംസാരിക്കാൻ വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളില്ല. അത് കാരണമാണ് നിങ്ങൾ എല്ലാവരും എന്റെ കുടുംബക്കാരാണ്. അപ്പൊ എനിക്കൊരു വിഷയം നടന്നാൽ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കണം. അതിൽ നിന്ന് എനിക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടും. അതേപോലെ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ പറയും. എന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ, ആ ഒരു രീതിക്കാണ് എന്ന് കരുതിയിട്ട് ഞാൻ ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടൊന്ന് വലിച്ചു കീറിയിട്ടില്ല. ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ആ വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മക്കുണൻ എന്ന് മാത്രം പറഞ്ഞു. അതൊരു മക്കുണനായതുകൊണ്ട് മക്കുണൻ എന്ന് പറഞ്ഞു. അതിനി ഞാൻ പറയും, അതൊരു മക്കുണൻ തന്നെയാണ്. സത്യം, അതൊരു മക്കുണനാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ചോദിക്കുന്നത് ആ മക്കുണന്റെ പേരൊന്ന് പറയരുത്. ആ മക്കുണന്റെ പേര് പറയാൻ താല്പര്യമില്ല. കാരണം ആ മക്കുണനെ എന്റെ അക്കൗണ്ടിൽ ആ പേര് പോലും ഉച്ചരിക്കാൻ ഞാൻ വെറുക്കുന്ന ഒരാളാണ്. അത്രമാത്രം വെറുക്കുന്ന ഒരാളാണ്. പിന്നെ ആ മക്കുണൻ അറിയാതെ ഇപ്പോഴത്തെ മക്കുണത്തി ചെയ്തു വെക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. ആ മക്കുണൻ അറിയുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോ ഒരു സങ്കടം, ഒരു സഹതാപം, ഒരു എന്താ പറഞ്ഞ ചെറിയൊരു സന്തോഷം അതും പറയണമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അല്ലാതെ എന്താ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എന്റെ വിഷയങ്ങൾ കൊണ്ടിട്ട് വലിച്ചടച്ചു. വലിച്ചടയ്ക്കാനാണെങ്കിൽ തന്നെ വലിച്ചടയ്ക്കേണ്ടത്. ഒരു വർഷമായ കേസാണ്. ഒരു വർഷമായിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ട. വേറൊരു കമന്റ് ഞാൻ കണ്ടു. എന്താ ഈ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാല് എന്താണ് ഇത് വ്യഭിചാരത്തിന്റെ കഥകളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതേ ഉള്ളൂ എന്ന് കാണാൻ. ഞാൻ ഇതിനകത്ത് ആ കഥയല്ല പറഞ്ഞത്. ഞങ്ങൾ കല്യാണം കഴിച്ച വ്യക്തികളാണ്. രണ്ടാമത് കല്യാണം കഴിച്ച വ്യക്തികളാണ്. അത് ആ ലൈഫിൽ വന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഞാൻ വേറെ പോയ കാര്യമൊന്നും അല്ല പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞു വന്നത് ഈ വ്യക്തി അറിയാതെ ഈ വ്യക്തിക്കെതിരെ സംഭവങ്ങൾ നടന്ന കാര്യങ്ങൾ എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാലും എന്റെ വീഡിയോ ആരെങ്കിലും പറഞ്ഞോ, അവരുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് എന്റെ ഈ ലിസ്റ്റില്, ഈ കുടുംബത്തുണ്ട്. അപ്പൊ അവര് എങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, നീ അറിയാതെ നിന്റെ ഭാര്യ ഇന്ന പോലെ കന്തരിയും ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട്, വിളിച്ചിങ്ങനെ വിശേഷങ്ങൾ പറയുന്നുണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ അവരോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊന്നും അറിയിക്കണം. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, പിന്നെ ഞാൻ അപ്പോഴും തന്നെ ബ്ലോക്ക് ചെയ്തു. എന്നോട് ചോദിച്ചു ബ്ലോക്ക് ചെയ്യില്ല എന്ന് ഒരു സുഹൃത്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു കേട്ടോ. ഞാൻ ബ്ലോക്ക് ചെയ്യാതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇവരെല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് കളഞ്ഞിട്ട് പോകാം. നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലരും വരും, പലരും കാണും, പല അഭിപ്രായം കാണും. എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതൊരു വിമർശിക്കാനോ മറ്റൊരാളെ വലിച്ചു കീറി മറ്റ് സമൂഹത്തിൽ വലിച്ചു കീറി വെക്കാനോ ഒന്നും ചെയ്തൊരു കാര്യമല്ല. അങ്ങനൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുക വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാലും ഒരു സന്തോഷം വന്നാലും ഞാൻ ഓടി വന്ന് എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് ഞാനത് പറയുന്നു. അത്രയേ ഉള്ളൂ. അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു വീട്ടിലുള്ള എല്ലാ അച്ഛനമ്മമാരുടെ എല്ലാ മക്കളും ഒരുപോലെ അല്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അംഗീകരിക്കാൻ പറ്റുന്നവർ അംഗീകരിക്കുക. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, എന്റെ ഭാഗത്ത് ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. എന്റെ ഭാഗത്ത് മാത്രമാണ് ശരികളെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു സംഭവം ആ വ്യക്തി അറിയുന്നില്ല. അത് ഞാൻ ആ വ്യക്തിയിൽ എത്തുന്നെങ്കിൽ എത്തിക്കോട്ടെ, അത്രയും ഞാൻ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്, എന്നെ ആ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തവരും എന്നെ വരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. അപ്പൊ എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ആ മക്കുണന്റെ പേര് ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട്. ആ മക്കുണന്റെ പേര് പറയാൻ ഒട്ടും താല്പര്യമില്ല. മക്കുണന്റെ പേര് പറയത്തേ ഇല്ല. ആ മക്കുണത്തിയുടെയും പേര് പറയത്തില്ല. ആ മക്കുണനും മക്കുണത്തെയും കൂടെ അങ്ങനെ മതിച്ചുല്ലസ് ജീവിക്കട്ടെ. നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.